66 ശ്ലോകത്തിൽ ഭഗവാൻ പറയുകയാണ്, ന അസ്തി ബുദ്ധിയുക്തസ്യ ന ചായുക്തസ്യ ഭാവന ന ചാഭാവയതാ ശാന്തി അശാന്തസ്യ കുതാ സുഖം. ന അസ്തി ബുദ്ധി അയുക്തസ്യ. ന അസ്തി ഭവിക്കുന്നില്ല. എന്താണ് ഭവിക്കാത്തത്? ബുദ്ധി അയുക്തസ്യ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാതെ, ഭഗവാനെക്കുറിച്ചുള്ള ഓർമ്മകളില്ലാതെ ബുദ്ധി സ്ഥിരമായി ഭവിക്കുന്നില്ല. അതായത് ഇന്ദ്രിയങ്ങളെ കീഴ്പ്പെടുത്താത്ത ഒരുത്തൻ്റെ ബുദ്ധി ഉറയ്ക്കുന്നില്ല എന്ന് ചുരുക്കം. ന ച അയുക്തസ്യ ഭാവന, അയാൾക്ക് ഭാവനയും ഉണ്ടാകുന്നില്ല. ഭാവന ആത്മധ്യാനം, ഭഗവാനെ മനസ്സ് കേന്ദ്രീകരിച്ചുള്ള ആത്മധ്യാനം ചെയ്യാനും അയാളെ കൊണ്ട് സാധിക്കുന്നില്ല. ഭക്തിയാണ് എല്ലാത്തിനും പ്രാധാന്യം. ഭക്തിയില്ലാത്ത ഒരാളുടെ മനസ്സ് സ്ഥിരമാകുന്നില്ല, അല്ലെങ്കിൽ അയാൾക്ക് ഇന്ദ്രിയങ്ങളെ കീഴ്പ്പെടുത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് അയാൾക്ക് ഭാവനയും അല്ലെങ്കിൽ ആത്മധ്യാനവും ഉണ്ടാകുന്നില്ല. നച്ച അഭാവയതാ ശാന്തി, ഭാവന ഇല്ലാത്ത ഒരാൾക്ക് ആത്മശാന്തി കിട്ടുന്നില്ല. മനസ്സ് പ്രക്ഷുബ്ധമായിക്കൊണ്ടിരിക്കും എപ്പോഴും. എനിക്ക് പല വിധത്തിലുള്ള ദുഃഖങ്ങളാണല്ലോ വരുന്നത്, എൻ്റെ വിഷമങ്ങൾക്ക് ഒരിക്കലും അറുതിയില്ലേ, ഇങ്ങനെയുള്ള ചിന്തകൾ എപ്പോഴും മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ അലട്ടലിൽ നിന്നും ഒഴിവായി ശാന്തി നേടുന്നതിനുള്ള എളുപ്പമാർഗം എന്ന് പറയുന്നത് ഭഗവാനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കലാണ്, ഭക്തി ഉണ്ടാകലാണ്. ഭക്തി ഉണ്ടാകാത്ത ഒരുത്തിന് ശാന്തിയും ഉണ്ടാകാൻ കഴിയുന്നില്ല. അശാന്തസ്യ കുതാ സുഖം, ശാന്തി ഇല്ലാത്തവന് എവിടെയാണ് സമാധാനം കിട്ടുക? നമ്മൾ 1000 പേരുള്ള ഒരു സദസ്സിലോട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നതും എന്നാൽ നിങ്ങൾക്ക് ഇല്ലാത്തതുമായ കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഏകദേശം എല്ലാവരും തന്നെ നമുക്ക് മറുപടി പറയുക ശാന്തിയില്ല, സുഖമില്ല, സമാധാനമില്ല. എങ്ങനെയുണ്ടാവുക? ഭഗവാനിൽ പൂർണ്ണമായ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തങ്ങൾക്ക് ലാഭമുണ്ടാകണമെന്ന് വിചാരിക്കാതെ ഓരോ കർമ്മവും ഭഗവാനിലേക്കാണ്, ഭഗവാന് വേണ്ടിയാണ് ചെയ്യുന്ന എന്ന ചിന്തയോടുകൂടി അവരവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മങ്ങളിൽ ഫലം ആഗ്രഹിക്കാതെ ചെയ്യുമ്പോഴാണ് ഒരാൾക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകുക. എപ്പോഴും ഓരോന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴും ഇതിൻ്റെ ഫലം എനിക്ക് എന്താണ് കിട്ടുക എന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ ജീവിക്കുമ്പോഴാണ് ശാന്തി ഇല്ലാതാകുന്നത്. നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യം വേണം, അല്ലേ? മൃഗങ്ങളെ പോലെ ആവരുത്. മൃഗങ്ങളും നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നുണ്ട്. പക്ഷെ വിവേകശാലിയായിട്ടുള്ള ഒരു മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം അയാൾക്ക് തൻ്റെ ജന്മ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. താൻ 84 ലക്ഷം തരം ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനായി ജന്മമെടുത്തിരിക്കുന്ന ഈ അവസ്ഥയിൽ എങ്ങനെയാണ് തൻ്റെ ഈ ജന്മത്തെ സഫലീകരിക്കുന്നത്? ഇനിയും ഒരു പുഴുവായോ ആടായോ മാറാതെ ഭഗവാനിലേക്ക് എങ്ങനെ എത്തിപ്പെടാം? അതിന് വ്യത്യസ്തമായ ഒരുപാട് മാർഗങ്ങളൊന്നും വേണ്ട. ഒരേ ഒരു മാർഗം, ഒരേ ഒരു ലക്ഷ്യം. എന്താണ്? ഭഗവത് സന്നിധിയിലേക്ക് പ്രാർത്ഥനാപൂർവം നീങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആരുടെ മനസ്സിലും ഇല്ലാത്ത സമാധാനവും ശാന്തിയും ലഭിക്കാൻ സാധിക്കുന്നതും ഈ ഭഗവത് പ്രാർത്ഥനയിലൂടെയാണ് എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. 67 ശ്ലോകം. ഇന്ദ്രിയാണാം ഹി ചരതാം യത്മന അനുവിധീയതേ തത് അസ്യ ഹരതി പ്രജ്ഞാം വായുനാവം ഇവ അംഭസി. നാവം ഇവ അംഭസി. നാവം തോണി, അംഭസി ജലം. എങ്ങനെയാണോ ഒരു തോണിയെ കൊടുങ്കാറ്റ് വെള്ളത്തിലൂടെ, കൊടുങ്കാറ്റ് അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള നല്ല ഒരു കാറ്റ് വെള്ളത്തിലൂടെ എങ്ങനെയാണോ വലിച്ചു കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അലയടിപ്പിക്കുന്നത് എന്നതുപോലെ ഇന്ദ്രിയാണാം ഹി ചരതാം, ഇന്ദ്രിയ വിഷയങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, അടങ്ങി നിൽക്കുന്നേയില്ല. ഏതു സമയവും ആഗ്രഹങ്ങൾ മനസ്സിലൂടെ ഇങ്ങനെ അലയടിച്ചു കൊണ്ടിരിക്കുകയാണ്. 10 മിനിറ്റ് 5 മിനിറ്റ് നമ്മൾ കണ്ണടച്ചിരുന്നാൽ നമുക്കറിയാൻ സാധിക്കും എത്രമാത്രം വിഷയങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഓരോ തരത്തിലുള്ള, പല ജോലി സംബന്ധമായിട്ടുള്ളത്, വിവാഹ സംബന്ധമായിട്ടുള്ളത്, കുടുംബ സംബന്ധമായിട്ടുള്ളത് എന്ന് വേണ്ട ഓരോ തരത്തിലുള്ള പല വിധത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക്
അലയടിച്ച് കടന്നു വരും. ഇതുവാ എങ്ങനെയാണോ വെള്ളത്തിൽ ഒരു തോണി, കെട്ടാത്ത ഒരു തോണി കിടന്ന് ഉഴലുന്നത് എന്നതുപോലെ, അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്നത് എന്നതുപോലെയാണ് ഇന്ദ്രിയാണാം ഹി ചരതാം, ഇന്ദ്രിയ വിഷയങ്ങളാൽ ചലിക്കുന്ന യത് മന അനുവിധീയതേ, മനസ്സ് നിരന്തരം ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തെങ്കിലും സാധനം ചലിച്ചുകൊണ്ടിരുന്നാൽ നമുക്കതിന് പിടിച്ചു നിർത്താൻ സാധിക്കില്ല അല്ലേ. തത് അസ്യ ഹരതീ പ്രജ്ഞ, അതെന്തിന്, അത് മാത്രം ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അത് ബുദ്ധിയെ, പ്രജ്ഞ ബുദ്ധിയെ അത് അപഹരിക്കും. ബുദ്ധിയെയും കൂടി ഇട്ടിട്ട് ഇങ്ങനെ ആട്ടിക്കളിക്കുകയാണ് ഈ വഞ്ചി. അതിന് വായുനാവം ഇവ അംഭസി, അവ എങ്ങനെയാണ്? വായുനാവം, കാറ്റിൽപ്പെട്ട തോണിയെ പോലെ അത് ജലത്തിൽ ഇളകി കളിക്കുകയാണ്. ബുദ്ധിയും മനസ്സും പിടിതരാതെ ഇങ്ങനെ ആടിക്കളിച്ചുകൊണ്ടേയിരിക്കുകയാണ് എല്ലാവരുടെയും ഉള്ളിൽ. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, ഈ മനസ്സിനെ നിയന്ത്രിക്കുക. അർജുനൻ പറയുന്നുണ്ട് ഒരു ശ്ലോകത്തിൽ, മനസ്സ് കാറ്റിനെ പോലെയാണ് ഭഗവാനെ, എങ്ങനെയാണ് ഞാനിതിനെ നിയന്ത്രിക്കുക എന്ന് ചോദിക്കേണ്ടത്. മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഒരു പോംവഴിയാണ് ഭഗവാനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഒരേ ഒരു വഴി, അല്ലാതെ വേറെ വഴിയോ ഒന്നുമില്ല എന്ന് ഭഗവാൻ അർജുനന് ഇതേ ശ്ലോകത്തിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം അംബരീഷ് മഹാരാജാവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മനസ്സിലാക്കിയില്ലേ, ഓരോ അവയവങ്ങളും ഓരോ ഇന്ദ്രിയങ്ങളും ഭഗവാന്റെ സേവയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. കാലുകൾ ഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തുന്നതിനും പല കൃഷ്ണക്ഷേത്രങ്ങൾ ദർശിക്കുന്നതിന് വേണ്ടിയും, കൈകൾ ഭഗവാന് വേണ്ടിയുള്ള സേവ ചെയ്യുന്നതിലും, അമ്പലം വൃത്തിയാക്കുന്നതിനും, ഭഗവത് ഭക്തന്മാരെ ആലിംഗനം ചെയ്യുന്നതിനും, നാക്കുകൊണ്ട് ഭഗവാന്റെ പ്രസാദം രുചിക്കുന്നതിനും, തീർത്ഥവും തുളസിയിലയും രുചിക്കുന്നതിനും, വായ കൊണ്ട് ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിക്കുന്നതിനും, കണ്ണുകൾ ഭഗവാന്റെ ആ സുന്ദരമായ രൂപം ആസ്വദിക്കുന്നതിനും, ചെവികൾ കീർത്തനങ്ങളും മന്ത്രധ്വനികളും ആസ്വദിക്കുന്നതിനും, ശരീരചർമ്മത്തിൽ ഭഗവാന്റെ പ്രസാദം തൊടുന്നതിനുമാണ് അംബരീഷ് മഹാരാജാവ് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ ഓരോ അവയവങ്ങളും ഓരോ ഭാഗങ്ങളും ഭഗവത് സേവനത്തിന് വേണ്ടി ഉപയോഗിക്കണം. അല്ലാത്ത പക്ഷം മനസ്സ് പ്രക്ഷുബ്ധമാകും. പ്രക്ഷുബ്ധമായ മനസ്സ് വിവേകത്തെയും ബുദ്ധിയെയും എല്ലാം ഇളക്കിക്കൊണ്ടിരിക്കുമെന്നാണ് ഈ വരികളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. 68ാമത്തെ ശ്ലോകം, തസ്മാദസ്യ മഹാബാഹോ നിഗൃഹീതാനി സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. തസ്മാത് അസ്യ മഹാബാഹോ, ഭഗവാൻ അർജുനനെ മഹാബാഹോ, കരുത്തുള്ളവനെ എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. ശരീരത്തിന് മാത്രമേ കരുത്തുള്ളൂ, മനസ്സിനില്ല അല്ലേ. മനസ്സിന് കൂടി കരുത്ത് വേണം. ആ ഉദ്ദേശത്തോടു കൂടിയാണ് മഹാബാഹോ എന്ന് ഭഗവാൻ വിളിക്കുന്നത്. തസ്മാദസ്യ മഹാബാഹോ, അല്ലയോ മഹാബാഹുവായിട്ടുള്ള അർജുന, പാർത്ഥ, നിഗ്രഹീതാനി സർവശ, തന്നിലേക്ക് വരുന്ന എല്ലാ ആഗ്രഹങ്ങളെയും നിഗ്രഹിക്കുന്നവൻ, ഇല്ലാതാക്കുന്നവൻ, ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേപ്യ, ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും, തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത, ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും വിമുക്തനാക്കി. അതാണ് നിഗ്രഹീതാനി സർവശ, ചുറ്റുപാടിൽ നിന്നും വരുന്ന എല്ലാ വിഷയ സുഖങ്ങളെയും ഇല്ലാതാക്കി കഴിയുമ്പോൾ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത, അവരുടെ ബുദ്ധി ഉറച്ചതാകുന്നു. ഇന്ദ്രിയ വിഷയങ്ങളാണ് നമ്മുടെ ബുദ്ധി ഉറച്ചത് അല്ലാതാക്കി തീർക്കുന്നത്. ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എന്താണ് ചെയ്യേണ്ടത്, ഏതാണ് ചെയ്യേണ്ടത് എന്ന് അറിയാതിരിക്കാൻ കാരണം നമ്മുടെ പ്രജ്ഞ അല്ലെങ്കിൽ ബുദ്ധി ഉറച്ചതല്ലാത്തത് കൊണ്ടാണ്. ഉറച്ച ബുദ്ധി ഉണ്ടാകുന്നതിന് സകലവിധ വിഷയസുഖങ്ങളിൽ നിന്നും വിമുക്തനാകണം. എങ്കിൽ മാത്രമേ താൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ബോധം മനസ്സിലേക്ക് വരികയുള്ളൂ. ഇന്ദ്രിയങ്ങളെ അവയുടെ വിഷയങ്ങളിൽ നിന്ന് പിന്മാറ്റാൻ കഴിവുള്ള ആളാണ് സ്ഥിതപ്രജ്ഞൻ. എത്ര ആരോഗ്യമുള്ളവനാണ് എങ്കിലും ഇന്ദ്രിയ നിയന്ത്രണം അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് മഹാബാഹു എന്ന് വിളിച്ചുകൊണ്ട് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ പറയുകയാണ്, നീ ശക്തിമാനൊക്കെയാണ്, ശരിയാണ്, പക്ഷേ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ വളരെയധികം കഠിനാധ്വാനം ചെയ്യണം. എങ്കിൽ മാത്രമേ ബുദ്ധി ഉറച്ചതാകൂ, എങ്കിൽ മാത്രമേ ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകൂ എന്ന് ഭഗവാൻ പറയുന്നു. 69ാമത്തെ ശ്ലോകം,
യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗ്രതി സംയമീ യസ്യാം ജാഗ്രതി ഭൂതാനി സ നിശാ പശ്യതോ മുനേ. യാ നിശ സർവഭൂതാനാം, സർവ ജീവജാലങ്ങൾക്കും രാത്രി ആകുന്ന സമയത്ത് തസ്യാം ജാഗ്രതി സംയമി, മറ്റുള്ള ജീവജാലങ്ങൾക്ക് രാത്രിയാകുമ്പോൾ ആ സമയത്ത് ഉണർന്നിരിക്കുന്നു. ആരാണ്? യസ്യാം ജാഗ്രതി ഭൂതാനി, എപ്പോഴാണോ ജനങ്ങൾ ഉണർന്നിരിക്കുന്നത്, സാ നിശ പശ്യതോ മുനെ, ആ സമയം മുനിമാർ രാത്രി പോലെയാണ് അതിനെ കാണുന്നത്. മറ്റുള്ളവർ പകൽ പോലെ കാണുന്ന കാര്യങ്ങൾ, ഇതെല്ലാം വെളിച്ചമാണ്, ഇതെല്ലാം ചെയ്യേണ്ടതാണ് എന്നുള്ള ബോധത്തോടുകൂടി കാണുന്ന കാര്യങ്ങൾ മുനിമാർക്ക് ഇരുട്ടായി, അതൊന്നും വേണ്ടാത്തതാണ്, അതിൻ്റെ ഒന്നും വിഷയസുഖങ്ങളാണ് സാധാരണ ആളുകൾ വെളിച്ച രൂപത്തിൽ കാണുന്നത്. ഓരോ കാര്യങ്ങളും നമ്മൾ കാണുമ്പോൾ ആഗ്രഹത്തോടു കൂടി ചെയ്യുന്നു. ഇതെല്ലാം പക്ഷെ മുനിമാർക്ക് ഇരുട്ടായാണ്, വേണ്ടാത്തതായാണ് തോന്നുക. സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഭക്തിയിലുള്ള അവിശ്വാസം. സാധാരണ ഒരു യോഗി ഈ അവിശ്വാസം എന്ന ഇരുട്ടിനെയാണ് പകൽ പോലെ സ്നേഹിക്കുന്നത്. യോഗി സാധാരണ ഒരാൾ കാണുന്ന മനുഷ്യൻ്റെ പകൽ സമയത്തെ മായയായും അല്ലെങ്കിൽ ഇരുട്ടായും, രാത്രി എന്നുദ്ദേശിക്കുന്നത് മനസ്സിൻ്റെ അജ്ഞതയെ പ്രകാശത്തിലേക്കും നയിക്കുന്നവനാണ് സ്ഥിതപ്രജ്ഞൻ അല്ലെങ്കിൽ ഒരു യോഗി എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. 70-ാമത്തെ ശ്ലോകം. അപൂര്യമാണാമജലപ്രതിഷ്ഠം സമുദ്രമാപാ പ്രവശ്യന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ സശാന്തി ആപ്നോതി ന കാമകാമി. അപൂര്യമാണാം, ഒരിക്കലും പൂർണ്ണമാകാത്തത്, എപ്പോഴും നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ജലപ്രതിഷ്ഠം എന്നാൽ അടിയുറച്ചത്, നല്ല ഉറപ്പുള്ളതുമായ, എപ്പോഴും നിറഞ്ഞുകൊണ്ടിരിക്കും. എന്താണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് എപ്പോഴും? സമുദ്രം. ഏതു സമയത്തും എത്ര വെള്ളപ്പൊക്കം ഉണ്ടായി നമ്മുടെ നാട്ടിൽ, ഈ വെള്ളം എല്ലാം എവിടെ പോയി? എല്ലാം സമുദ്രത്തിലേക്ക് ചെന്നു ചേർന്നു അല്ലേ? സമുദ്രം ഈ വരുന്നതിനെ എല്ലാത്തിനെയും തന്നിലേക്ക് എടുക്കുകയും ചെയ്തു. അപ്പോൾ ഒരു സമുദ്രം, അപൂര്യമാണാമജലപ്രതിഷ്ഠം, എപ്പോഴും നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എത്ര കൊടുത്താലും എനിക്ക് മതി, ഞാൻ നിറഞ്ഞു എന്ന് പറയാത്ത സമുദ്രം. സമുദ്രമാപാ പ്രവശ്യന്തി യദ്വത്, സമുദ്രത്തിൽ ഏതു പ്രകാരമാണോ ജലം, ആപ ജലം, പ്രവിശന്തി കടന്നു ചെല്ലുന്നത്, എങ്ങനെയാണോ മറ്റുള്ള ജലങ്ങൾ എല്ലാം തന്നെ സമുദ്രത്തിലേക്ക് കടന്നു ചെല്ലുന്നത്, തദ്വത് കാമ അയം പ്രവിശന്തി സർവേ, അതുപോലെ സകല കാമങ്ങളും, തദ്വത് കാമ യം പ്രവിശന്തി, പ്രവേശിച്ചാലും എല്ലാത്തര സർവേ, സകല കാമങ്ങളും പ്രവേശിച്ചാലും സശാന്തി ആപ്നോതി, അവൻ ശാന്തിയിൽ തന്നെ ഇരിക്കുന്നു. ഒരു സമുദ്രത്തിലേക്ക് എത്ര ജലം വന്നു ചേർന്നാലും സമുദ്രം പ്രക്ഷുബ്ധം ആകാതെ സാധാരണ പോലെ സ്വീകരിക്കുന്നു. പക്ഷേ മനസ്സിൽ യാതൊരു തരത്തിലുള്ള ചാഞ്ചല്യവുമില്ല. അങ്ങനെയാണ് ഒരു യോഗി. എന്തുമാത്രം കാമന വാസനകളെല്ലാം തന്നെ, ആഗ്രഹങ്ങളെല്ലാം തന്നെ തന്നിലേക്ക് വന്നാലും അതിലൊന്നും പ്രക്ഷുബ്ധനാകാതെ മനസ്സിനെ ശാന്തിയായി വയ്ക്കുകയാണ് ഒരു യോഗി. എന്നാൽ ന കാമകാമി, ആഗ്രഹം ഉള്ളവന്, ആഗ്രഹ പൂർത്തീകരണം ആഗ്രഹിക്കുന്നവൻ ഒരിക്കലും ശാന്തിയെ പ്രാപിക്കുന്നുമില്ല. നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലേ, ഒരാൾ ഉറങ്ങിക്കഴിയുമ്പോൾ അവൻ്റെ മനസ്സിൽ യാതൊരുവിധ ചിന്തകളില്ല, ശാന്തി മാത്രമേ ഉള്ളൂ, വിഷമങ്ങളില്ല, ബുദ്ധിമുട്ടുകളില്ല, ഒന്നുമില്ല. അപ്പോൾ മനസ്സ് പ്രക്ഷുബ്ധമാകാതെ, മനസ്സ് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കണം, ഭഗവാന്റെ സന്നിധിയിൽ കേന്ദ്രീകരിക്കുകയാണ് എങ്കിൽ മാത്രമേ സമുദ്രത്തിലേക്ക് ജലം വരുന്നത് പോലെ തൻ്റെ ഉള്ളിലേക്ക് വരുന്ന എല്ലാ തരത്തിലുള്ള വികാരങ്ങളെയും വിചാരങ്ങളെയും ആഗ്രഹങ്ങളെയും എല്ലാം സ്വീകരിക്കുകയും എന്നാൽ അതിൽ പ്രക്ഷുബ്ധമാകാതെ ഇരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ശാന്തി വരുന്നുള്ളൂ എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. 71-ാമത്തെ ശ്ലോകം. വിഹായ കാമാന്യ സർവാൻ പുമാം ചരതി നിസ്പൃഹ
നിർമ്മമോ നിരഹങ്കാര സ ശാന്തിം അധിഗച്ഛതി. വിഹായ കാമാൻ യ സർവാൻ. സർവാൻ ആരാണോ സർവ കാമങ്ങളെയും വെടിഞ്ഞ്, സകല വിധത്തിലുള്ള ആഗ്രഹങ്ങളെയും വെടിഞ്ഞ്. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ യുധിഷ്ഠിര മഹാരാജാവ് തൻ്റെ എല്ലാവിധത്തിലുള്ള ആഗ്രഹങ്ങളും വെടിയുകയാണ്. ശ്രേഷ്ഠനായ ഭരണാധികാരിയായിരുന്നു. തൻ്റെ ഭരണ ചുമതല അനന്തരാവകാശിയെ ഏൽപ്പിച്ചു. എല്ലാവിധത്തിലുള്ള രാജകീയമായ വസ്ത്രങ്ങളും ഉപേക്ഷിച്ചു, ആഭരണങ്ങൾ ഉപേക്ഷിച്ചു. കീറി എടുത്ത് തനിക്ക് നഗ്നത മറയ്ക്കാൻ വേണ്ടി മാത്രം ഒരു തുണിക്കഷ്ണം എടുത്തുകൊണ്ട് തലമുടിയിലും രൂപഭംഗിയിലും ഒന്നും ശ്രദ്ധിക്കാതെ, അതാണ് ആരാണോ സർവ കാമങ്ങളും വെടിഞ്ഞ് ഒരു വിധത്തിലുള്ള ആഗ്രഹങ്ങളുമില്ല. പൂമാം ചരതി നിസ്പൃഹ. ചരതി ജീവിക്കുക. ആരാണോ നിഷ്കാമനായി ജീവിക്കുന്നത്, നിസ്പൃഹ നിഷ്കാമൻ ആഗ്രഹമില്ലാത്തവൻ. ആരാണോ ആഗ്രഹമില്ലാത്തവനായി ജീവിക്കുന്നവൻ നിർമമോ നിരഹങ്കാര. മമ മമതയും സ്നേഹവും. എൻ്റെ ഭാര്യയാണ്. യുധിഷ്ഠിര മഹാരാജാവിന് തോന്നിയില്ല ദ്രൗപദി ദേവി തൻ്റെ ഭാര്യയാണ് എന്നൊരു വിചാരവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഓരോ അടിവയ്പ്പിലും മുൻപോട്ട് പോകുമ്പോൾ ആദ്യം വീഴുന്ന പാഞ്ചാലിയെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുന്നില്ല യുധിഷ്ഠിര മഹാരാജാവ്. അപ്പോൾ എല്ലാവിധത്തിലുള്ള മമതയും വെടിഞ്ഞ് നിരഹങ്കാര, അഹങ്കാരവും ഇല്ലാതെ ആയിത്തീരുമ്പോൾ സ ശാന്തിയും അധിഗച്ഛതി, അയാൾ ശാന്തിയെ പ്രാപിക്കുന്നു. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ശാന്തിയും സമാധാനവും ഇല്ലാതിരിക്കുന്നതിനുള്ള കാരണം നമ്മുടെ മനസ്സ് പ്രക്ഷുബ്ധമായി കൊണ്ടിരിക്കുന്നതാണ്. മറ്റുള്ളവരോടുള്ള കാമം, ആഗ്രഹങ്ങൾ, ഓരോന്നിനോടുമുള്ള ആഗ്രഹങ്ങൾ, മമത, മക്കളോട്, ഭർത്താവിനോട്, ഭാര്യയോട്, അമ്മയോട്, ഇവരോടെല്ലാമുള്ള മമത, ഇഷ്ടം നമ്മളെ സംസാര സമുദ്രത്തിൽ മുക്കിക്കൊണ്ടിരിക്കുകയാണ് ദിവസം പ്രതി. അതിൽ നിന്ന് രക്ഷ നേടാൻ മമത വെടിയണം, അഹങ്കാരം ഒഴിയണം. ഏറ്റവും ചുരുങ്ങിയത് ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിക്കാനുള്ള ആഗ്രഹം എങ്കിലും ഓരോരുത്തരുടെയും ഉള്ളിൽ വരണം. അഹങ്കാരം എന്ന കിരീടം, സ്വർണ്ണ കിരീടം തലയിൽ ഇരിക്കുന്നത് കാരണം ഒരാളും ഭഗവാന്റെ പാദങ്ങളിൽ അമ്പലത്തിൽ ചെന്നാൽ പോലും നമസ്കരിക്കാൻ തയ്യാറല്ല. നാണക്കേടാണ്. പുറകിലുള്ളവർ ആരെങ്കിലും കണ്ടാലോ താൻ നമസ്കരിക്കുന്നത് വളരെ മോശമല്ലേ, താൻ ഭഗവാന്റെ മുമ്പിൽ തലകുനിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്, ആരെങ്കിലും കണ്ടാലോ എന്ന പേടിയാണ്. ആരുമില്ലെങ്കിൽ ഒരുപക്ഷെ നമസ്കരിക്കാം, പക്ഷെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമസ്കരിക്കില്ല. നാണം, അഹങ്കാരം, അതിൻ്റെ കനക കിരീടവും തലയിൽ ഏന്തിക്കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. ആദ്യം അത് തന്നെയാണ് അഴിച്ചു വെക്കേണ്ടത്. എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരണം, താൻ ഒരു കീടം പോലെയാണ്, ഭഗവാന്റെ ദാസാനുദാസനാണ്. ഓരോ നമ്മുടെ പ്രവൃത്തികളും നിയന്ത്രിക്കുന്നത് ഭഗവാനാണ് എന്നുള്ള ഒരു ഓർമ്മ മനസ്സിൽ നിന്ന് വന്നാൽ മാത്രമേ അഹങ്കാരം കുറയുകയുള്ളൂ. ഈ ശ്ലോകത്തിൽ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള വിഷയ സുഖപൂരണത്തിനുമുള്ള ആഗ്രഹമില്ല എന്നുള്ളതാണ്. ഭഗവാനിൽ പൂർണ്ണമായ ഭക്തിയോടുകൂടി, ആഗ്രഹത്തോടുകൂടി വാസ്തവത്തിൽ ആഗ്രഹ മുക്തി വരുത്തുകയാണ് വേണ്ടത്. യഥാർത്ഥമായിട്ടുള്ള സ്ഥിതി ഭഗവാന്റെ നിത്യദാസൻ എന്ന നിലയിൽ ആണ് എന്നറിഞ്ഞ് ശരീരമാണ് താനെന്ന വ്യാമോഹത്തിൽ ഒന്നും അവകാശപ്പെടാതെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആത്മാവാണ്. ശരീരം എന്ന് പറയുന്നത് നാളെ നശിച്ചു പോകാനുള്ളതാണ്. അങ്ങനെയുള്ള വ്യാമോഹത്തിലൊന്നും അകപ്പെടാതെ ലോകത്തിലെ ഏതൊരു വസ്തുവിലും ഉടമസ്ഥാവകാശം, ഈ വീട് എൻ്റേതാണ്, ഈ കാണുന്ന സകല ആളുകളും എൻ്റെ ബന്ധുക്കളാണ്, സുഹൃത്തുക്കളാണ്, ഇവർ എൻ്റെ മക്കളാണ്, ഇവൾ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്, ഇതൊന്നും കരുതാതെ, ഒന്നിലും ഒരു ഉടമസ്ഥ അവകാശം വയ്ക്കാതെ എല്ലാം ഭഗവാന്റെയാണ്. എപ്പോഴാണോ ഭഗവാൻ തിരിച്ചു വിളിക്കാൻ ചോദിക്കുന്നത് അതേ സമയം തിരിച്ചു വിളിക്കും. എപ്പോഴാണോ ഭഗവാൻ ഇല്ലായ്മ ചെയ്യാൻ തോന്നുന്നത് ആ സമയം ഭഗവാൻ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ആർക്കും ഒന്നിനോടും ഉടമസ്ഥാവകാശം വയ്ക്കേണ്ട കാര്യമില്ല. ഇവിടെ ഭഗവാൻ അർജുനനോട് പറയുന്നു, എല്ലാ വിധത്തിലുള്ള അഭിലാഷങ്ങളിൽ നിന്നും സ്വയം മുക്തനായി എല്ലാത്തരം ഉടമസ്ഥാവകാശ ബോധവും മിഥ്യ അഹംഭാവവും ഉപേക്ഷിച്ച് നിസ്പൃഹനായി വർത്തിക്കുന്നവന് മാത്രമേ ശരിക്കും ശാന്തി നേടാൻ കഴിയൂ. അതുകൊണ്ട് ബുദ്ധിയോടുകൂടി ഞാൻ യുദ്ധം ചെയ്യുകയാണ്, ഞാൻ മറ്റുള്ളവരെ വധിക്കാൻ പോവുകയാണ് എന്നൊന്നും ആഗ്രഹിക്കാതെ, എന്നൊന്നും വിചാരിക്കാതെ തൻ്റെ കർമ്മത്തിൽ ഏർപ്പെടൂ എന്നാണ് ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്നത്. 72ാമത്തെ ശ്ലോകം. യേഷാ ബ്രഹ്മസ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിതസ്യ അന്ധകാലേ അഭി ബ്രഹ്മ നിർവാണമുച്ഛതി.
ഇതും ഭഗവാൻ അർജുനനോട് ഉപദേശിക്കുന്നതാണ്. യേഷാ ബ്രഹ്മി സ്ഥിതി പാർത്ഥ. പാർത്ഥ, അർജുന, യേഷാ ബ്രഹ്മി, അല്ലയോ അർജുന, ഇതാണ് ബ്രഹ്മനിഷ്ഠ. ഭഗവാനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് ബ്രഹ്മനിഷ്ഠ. നൈനാം പ്രാപ്യ വിമുഹ്യതി. ഇതിനെ പ്രാപിച്ചാൽ പിന്നെ ആരും മോഹ വിവശർ ആവുന്നില്ല, സംസാര ദുഃഖത്തിൽ അകപ്പെടുന്നില്ല, വിഷയസുഖങ്ങളിൽ വ്യാപൃതനാകുന്നില്ല. നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാ അസ്യ അന്ധകാലേ അഭി. അന്ധകാലെ, ജീവിതകാല അവസാനത്താണ് എങ്കിൽ കൂടിയും ബ്രഹ്മനിഷ്ഠ കൈവരുകയാണ് എങ്കിൽ ബ്രഹ്മ നിർവാണമൃച്ഛതി, അവൻ ബ്രഹ്മ നിർവാണം പ്രാപിക്കുന്നു. ഖട്വാംഗ രാജാവിൻ്റെ കഥ അറിയാം അല്ലേ? ദേവലോകത്ത് യുദ്ധത്തിലിരിക്കുമ്പോഴാണ് തനിക്ക് വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾ മാത്രമേ ഇനി ജീവിതത്തിലുള്ളൂ എന്ന് മനസ്സിലാകുന്നത്. ആ നിമിഷം അദ്ദേഹം ഭഗവാന്റെ പൂർണ്ണമായ ധ്യാനത്തിൽ ഉറച്ചിരുന്നു കൊണ്ട് മോക്ഷം നേടുകയാണ്. ഇനി വരാൻ പോകുന്ന ഒരു ശ്ലോകത്തിൽ ഭഗവാൻ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുമുണ്ട്. യം യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളയവരം തം തമേവൈതി കൗന്ദേയ സദാ തത്ഭാവഭാവിതഃ. ഏതൊരു രൂപമാണോ ഒരാൾ ശരീരത്യാഗ സമയത്ത് സ്മരിക്കുന്നുവോ അടുത്ത ജന്മത്തിൽ അതേ നില തന്നെ പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത്. ഏത് രൂപമാണോ മനസ്സിലുണ്ടായിരുന്നത് ഉറക്കമെഴുന്നേറ്റ് പകലാകുന്ന സമയത്ത് എന്നതുപോലെ മരണസമയത്ത് ഏത് രൂപമാണോ, ആരുടെ രൂപമാണോ ഉണ്ടായിരുന്നത് മനസ്സിൽ, അതേ രൂപമാണ് അടുത്ത ജന്മത്തിലും പ്രാപിക്കുക എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഈ ശ്ലോകം ഏതൊന്നിലെത്തിയാൽ മനുഷ്യന് വിഭ്രാന്തി ഒഴിയുന്നുവോ, എവിടെയാണ് മനുഷ്യന്റെ ചിന്തകളെല്ലാം ഒഴിഞ്ഞു മാറി സ്ഥിരമായിരിക്കുന്നത്, ആ ആത്മീയവും ദൈവീകവുമായ പഥമാണ്, വഴിയാണിത്. ഇവിടെ നിലയുറപ്പിച്ച് മരണവേളയിലും അതേ സ്ഥിതി തുടരുന്നവൻ ഭഗവത് ധാമത്തിലെത്തും എന്നാണ് പറയുന്നത്. പലരും ചോദിക്കും, എന്തിനാണ് ഇത്രയും ചെറുപ്പത്തിലേ തന്നെ ഭക്തിയിൽ വരുന്നത്? ഇതൊരു 70-75 വയസ്സ്, 60-65 വയസ്സൊക്കെ ആയിട്ട് പോരെ ഈ മാലയും അതുപോലെ ഈ ഭക്തിയും ഭഗവത്ഗീതയും ഒക്കെ പിടിച്ചുകൊണ്ട് നടക്കുന്നത്? നമുക്ക് എന്നാന്ന് അറിയോ മരണം? ഈ ചോദിക്കുന്നയാൾ നാളെ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നറിയാമോ? അറിയില്ല. അപ്പോൾ ഒരു നിമിഷം പോലും പാഴാക്കാതെ ഭഗവാന്റെ ധാമത്തിൽ എത്തിച്ചേരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഭഗവാനെ സ്മരിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്കിൽ തൻ്റെ മരണസമയത്ത് ഏതൊരു രൂപമാണോ സ്മരിക്കുന്നത് ആ രൂപമായിരിക്കും അടുത്ത ജന്മത്തിലും കിട്ടുക. ഭഗവാനെക്കുറിച്ചുള്ള ഓർമ്മയാണ് എങ്കിൽ നാരായണദൂതന്മാർ വന്ന് നമ്മളെ ഭഗവാന്റെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്യുക. അജാമിളൻ തൻ്റെ പുത്രന് നാരായണ എന്ന പേരിട്ടുകൊണ്ട് മരണസമയത്ത് തൻ്റെ മകന് നാരായണ എന്ന് വിളിച്ചത് കേട്ടാണ് വൈകുണ്ഠനാഥനായിട്ടുള്ള നാരായണൻ തൻ്റെ ദൂതന്മാരെ, നാരായണ ദൂതന്മാരെ അജാമിളന് കൊണ്ടുവരുന്നതിന് വേണ്ടി അയക്കുന്നത്. മരണസമയത്ത് ഒറ്റ വിളിയേ ഉണ്ടായിരുന്നുള്ളൂ ഭഗവാനെ. നാരായണ എന്ന് തൻ്റെ മകനെയാണ് വിളിച്ചത് എങ്കിലും ആ വിളി കേട്ടത് സാക്ഷാൽ നാരായണനായിരുന്നു. അതുപോലെ മരണസമയത്ത് ഭഗവത് ധാമത്തിൽ എത്തണമെന്നുള്ള ചിന്തയോടുകൂടി എല്ലാവിധത്തിലുള്ള വിഭ്രാന്തിയും ഒഴിഞ്ഞ് മനസ്സ് ശാന്തമായി ഇരുത്തുവാൻ ഭഗവാൻ അർജുനനെ ഉപദേശിക്കുകയാണ്. ഈ ശ്ലോകത്തോടുകൂടി ശ്രീമദ് ഭഗവത്ഗീതയുടെ 2-ാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത വിശദീകരണം സമാപിക്കുകയാണ്. ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ ഇന്നത്തെ പാരായണം സമർപ്പിക്കുന്നു. ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ. ഹരേ കൃഷ്ണ.